അങ്ങനെ ഇന്നൊരു ഉച്ചയൊക്കെ ആയപ്പോൾ ഫോണിൽ ഫുഡ് വീഡിയോസ് കണ്ട് വെള്ളം ഇറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പെട്ടെന്ന് തല തിരിഞ്ഞപ്പോഴാണ് വേറെ ആളും കൂടി ഇരുന്ന് വെള്ളം ഇറക്കുന്നത് കണ്ടത്. വേറെ ആരുമല്ല, അതെൻ്റെ അച്ഛനായിരുന്നു. അങ്ങനെ പെട്ടെന്നുള്ളൊരു പ്ലാനിൽ ഫുഡ് കഴിക്കാൻ പുറത്ത് പോയാലോ എന്ന് രണ്ടിനോടും കൂടെ ചോദിച്ചപ്പോൾ രണ്ടുപേരും ഓൺ ദ സ്പോട്ടിൽ ഓക്കെയും അടിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാനുള്ള പ്ലാനിലാണ്, അതായത് ഓടി ഇറങ്ങാനുള്ള പ്ലാനിലാണ്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഞാനും അമ്മയും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അച്ഛന് ജോലിക്ക് പോയി വന്ന കോസ്റ്റ്യൂമിലായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ തന്നെ ഇറങ്ങി. ഞങ്ങൾ നേരെ വന്നത് പന്തളത്തുള്ള ഫലക്കിലായിരുന്നേ. അവിടുത്തെ ബോർഡാണ് നേരത്തെ കണ്ടത്. അവിടെ യമനി മന്തി അങ്ങനെ ഒരുപാട് സ്പെഷ്യലൊക്കെ ഉണ്ട് എന്നാണ്. എന്നാലും നമ്മൾ എന്നത്തെയും പോലെ നോർമൽ മന്തി കഴിക്കാം എന്നുള്ളൊരാഗ്രഹവുമായിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിരുന്നു. ഇതിനു മുമ്പ് 1-2 വട്ടം ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത മന്തി ആയിട്ടാണ് തോന്നിയിട്ടുള്ളതും. ആൻഡ് പ്രൈസും വലിയ ഹെവി ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ ഞാനും അച്ഛനും ഓർഡർ ചെയ്തത് ഒരു ഹാഫ് ചിക്കൻ മന്തിയായിരുന്നേ. അങ്ങനെ ഞാൻ ആദ്യം തന്നെ ഓടിപ്പോയിട്ട് ലെഗ് പീസ് എടുത്തു. നോർമലി ഞാൻ ലെഗ് പീസിൻ്റെ ഒട്ടും ഫാനല്ല, പക്ഷേ രണ്ടിലും നോക്കിയപ്പോൾ എനിക്ക് വലുപ്പം തോന്നിയത് ലെഗ് പീസായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഹാഫ് ഇതിൽ ഞാൻ ലെഗ് പീസാണ് ചൂസ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ കഴിക്കുകയാണ്. എന്നാൽ അമ്മ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അൽഫാമായിരുന്നു. ആൾക്ക് റൈസ് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ആൾ പീസ് ഓർഡർ ചെയ്തു. പീസാണെങ്കിൽ പ്രത്യേകം പറഞ്ഞിട്ട് ആൾ ചെസ്റ്റ് പീസ് മതി എന്ന് പറഞ്ഞിട്ടാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ആളത് വരാൻ കുറച്ച് ടൈം എടുത്തു. ആ ടൈമിലേക്ക് ഞങ്ങൾ കഴിക്കൽ തുടങ്ങി. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ നേരെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാർട്ടായിട്ടുള്ള ഈ സ്കിന്നുണ്ടല്ലോ, അതാണ് ആദ്യം തന്നെ എടുത്ത് മയോണൈസിൽ മുക്കി കഴിക്കുക. അതെപ്പോഴായാലും കുഴിമന്തി കഴിക്കുമ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് കഴിക്കുന്നത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് പാർട്ട്. പക്ഷേ ഒരു പ്രശ്നം പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഈസ് വെരി സോഫ്റ്റ് ആൻഡ് സ്കിന്നൊക്കെ ആണെങ്കിലും നല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എവിടേക്കോ എന്തൊക്കെയോ ഇപ്പോൾ കഴിക്കുന്ന കൂട്ടത്തിൽ, അതായത് നമ്മൾ മയണൈസ് മിക്സ് ചെയ്തു, തക്കാളി ചട്നി മിക്സ് ചെയ്തു, ചിക്കൻ മിക്സ് ചെയ്തു, ഇങ്ങനെയാണല്ലോ നമ്മൾ മന്തി ഒത്തൻറ്റിക്കലി കഴിക്കുന്നത്. പക്ഷേ അങ്ങനെ കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ടുള്ള മല്ലിയുടെ ഒരു കുത്തലുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്തൊക്കെയോ ഒരു പുളിപ്പൊക്കെ കയറി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് ഇങ്ങനെ ഓർത്തിരുന്നപ്പോഴാണ് അമ്മയുടെ ഫുഡ് എത്തിയത്. ആളും നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. അത് പക്ഷേ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റുള്ള അൽഫാമായിരുന്നു. അങ്ങനെ എല്ലാം കഴിച്ചു. ബാക്കിയുള്ളത് എല്ല് സഹിതം ഞങ്ങൾ പാക്ക് ചെയ്തു. വീട്ടിലോട്ട് 2 ചിണുങ്ങന്മാർ വീട്ടിലിരിക്കുന്നുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എടുത്തു. അങ്ങനെ അത് 510 രൂപയാണ് കേട്ടോ ടോട്ടൽ ബില്ലായിട്ടുള്ളത്. വലിയ പ്രൈസായിട്ടും തോന്നില്ല. അങ്ങനെ വരുന്ന വഴി തൊട്ടടുത്തുള്ള ന്യൂട്രി ഐസ് എന്ന് പറഞ്ഞ കടയിലും കൂടെ കയറി. അപാര ടേസ്റ്റായിരുന്നു, അപാര ടേസ്റ്റ്. ഞാൻ മേടിച്ചത് ബ്ലാക്ക് ഫോറസ്റ്റും അവർ 2 പേരും മേടിച്ചത് ബൂസ്റ്റും ആയിരുന്നു. ആൻഡ് ബോത്ത് ഇസ് ടു ഗുഡ്. നല്ല